ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കുക്ക് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ഇക്ക മുമ്പ് എസാക്ക കുമാവോ എന്ന് പറയുന്ന ഒരു ഡിഷ് പരീക്ഷിച്ചായിരുന്നല്ലോ. അതെന്തായിരുന്നു കാര്യം? അത് ഞാൻ ഉണ്ടാക്കി വെച്ച ഇടിയപ്പത്തിനെ ഇക്കാടേതായ രീതിയിൽ പരിഷ്കരിച്ച് എസാക്ക കുമാവോ എന്ന് പറയുന്ന പേരിലൊരു ഡിഷ് ഇറക്കി. എന്നാൽ ഇന്ന് ഞാൻ ഇടയത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പുട്ട്, പയറ്, പപ്പടം. അപ്പം ഇതിനെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് വാപ്പയും മക്കളും കൂടി ചേർന്ന് പരിഷ്കരിച്ച് ഇതിനിട്ട ഒരു പേരാണ് സെമാപ്പത്താങ്. സെമാപ്പത്താങ് എന്ന് പറയുന്ന ഡിഷ് കഴിക്കാനായിട്ട് എന്നെ വിളിച്ചുണർത്തി കൊണ്ടുവന്നു ഗൈസ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പുട്ടും പയറും പപ്പടവുമാണ് ഈ രൂപത്തിലിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തേക്കുന്നത് എൻ്റെ മോനാണ്. പിന്നെ നിരന്ന് വാരി കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നതും ഈ ആണുങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം. പിന്നെ എങ്ങനെ നിരത്തിയിട്ടാലും അവർ നല്ലൊരു ഡിഷ് റെഡിയാക്കി എന്നത് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നത് നോട്ട് ദ പോയിന്റ്. അതായത് അന്ന് ഇട്ടതും ഇതുപോലെ തന്നെ കടുക് താളിച്ചു, അതിനുശേഷം സവാള കുത്തി എറിഞ്ഞതിട്ടു. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു സംഭവം ചേർത്തതെന്ന് വെച്ചാൽ ഉള്ളിപ്പൂവാണ്, അതായത് സ്പ്രിംഗ് ഓണിയൻ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മോമോസ് റെഡിയാക്കിയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന് സ്പ്രിംഗ് ഓണിയൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അതും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാരണ ആ എസാക്ക കുമാവ് ഉണ്ടാക്കിയ അതേ ഇത് തന്നെയാണ്, മെത്തേഡ് തന്നെയാണ്. മുട്ടയൊക്കെ ഉടച്ചൊഴിച്ചു, തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെന്തുവാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് സോയാ സോസ് അതൊഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് തീർന്നു ഗൈസ്, അല്ലായിരുന്നെങ്കിൽ അതും കൂടി ഇതിൽ വന്നേനെ. ടൊമാറ്റോ സോസ് ഫ്രിഡ്ജിൽ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഇതിലിപ്പോൾ അതും എത്തിയേനെ ഷുവർ. പിന്നെ പാപ്രിക്ക പൗഡറും ചേർത്ത് കാണും. അതിപ്പോൾ ഇവിടെ എല്ലാ ഡിഷിലും അതുണ്ട്, അതില്ലാതൊരു കളിയില്ല. പാപ്രിക്ക പൗഡർ കുറച്ച് കോസ്റ്റ്ലിയാണ് സത്യം പറഞ്ഞാൽ. ഇത് ഹസ്ബൻഡ് കൊണ്ടുവന്നത് കൊണ്ട് നമ്മളെല്ലാത്തിലും ഇങ്ങനെ തട്ടിയിടുന്നു എന്നുള്ളതാണ്. ഞാൻ അത് കോസ്റ്റ്ലി എന്ന് പറയാൻ കാരണം, ഞാൻ ഇക്ക വരുന്നതിന് മുന്നേ ഇവിടെയുള്ള ഷോപ്സിലെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഞാൻ അന്വേഷിച്ചായിരുന്നു പാപ്രിക്ക പൗഡർ. അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പണ്ട് കൂടെ പഠിച്ചിരുന്ന സാഗർ, അവൻ്റെ ഒരു ഷോപ്പ്, അതായത് ഒരു ബേക്കറി നമ്മുടെ കലിങ്ക് ജംഗ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവർ പോയി ചാലയിലോ ഒക്കെ പോകുമ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അവർ സാധനം എടുക്കാൻ പോകുമ്പോൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ പോയപ്പോഴുണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ചെറിയ ടിന്നിന് വരെ 350 അങ്ങനെ എന്തോ ഒരു കോസ്റ്റാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിച്ചു, വേണ്ട, ഇത്രയും രൂപയൊന്നും കൊടുത്ത് വേണ്ട എന്ന് വെച്ചു. നമ്മൾ നാട്ടിൻ പുറത്തുകാരങ്ങനെയാണല്ലോ, വലിയ രൂപയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ച് പിന്മാറും. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ ഹസ്ബൻഡ് വരാനായി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ ഒരു പൗഡർ അവിടെ ഉണ്ട്, വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു ടിന്ന് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പം ഇത്തിരിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഒരു ഗെറ്റപ്പ് നമ്മുടെ കറികളിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ വളരെ കാര്യമായിട്ട് സന്തോഷമായിട്ട് വാപ്പിയും മക്കളും കൂടി ഉണ്ടാക്കിയതാണ് ഈ സെമാപ്പത്താങ് എന്ന് പരിഷ്കരിച്ച ഒരു ഡിഷ്. അപ്പോൾ അവർ അത്രയും കാര്യമായിട്ട് വീഡിയോയിൽ പകർത്തി എനിക്ക് വേണ്ടി വീഡിയോയൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമല്ല, സംഭവം കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. നമ്മുടെ പുട്ട്, പയറ്, പപ്പടമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ അതിനെ എടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കാനല്ലേ പറയാൻ പറ്റൂ. ഇപ്പോൾ പുട്ടും പയറും പപ്പടവും ഒക്കെ ചിലപ്പോൾ ബാക്കി വരണമെന്നില്ല. അതല്ലെങ്കിൽ ഇതിനായിട്ട് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം റെഡിയാക്കി നോക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ മറ്റൊരു നല്ല കിടുക്കാച്ച വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും വരുന്നതാണ്. അപ്പോഴത്തേക്കും ബായ്, അസ്സലാമു അലൈക്കും.